ബ്രോ കര ഒക്കെയാണ്, എൻജോയ് ചെയ്യാനുള്ള പടമുണ്ട്, ഒക്കെയാണ്, പക്ഷെ പ്രഡിക്റ്റബിൾ ആണ്. നമ്മുടെ ഇഡ്ഡലിക്കടയുടെ പ്ലോട്ട് അത് മാറ്റി കൃഷിയാക്കി അതിനകത്തോട്ട് ബാങ്ക് റോബറി ആഡ് ചെയ്ത് എന്ത് എക്സൈറ്റിംഗ് ആണ്, എന്ത് കാര്യമാണ്. ഒരു കണ്ടുമടുത്ത കഥയും പിന്നെ അതിനകത്ത് കുറച്ച് എരിവും മൂളിയൊക്കെ ചേർത്ത് അവിടെ അവിടെ കുറച്ച് എൻഗേജിങ് ആണ്. പക്ഷേ റിസൾട്ട് സെയിം ഓൾ ടെംപ്ലേറ്റ്. ഒരു റോബിൻഹുഡ് ഹീറോ, അച്ഛൻ മകൻ ഇമോഷൻസ്, പിന്നെ ഭാഗ്യത്തിന് ഈ സിനിമയിൽ കുറച്ച് ബോധമുള്ള കുറച്ച് പോലീസുകാരുണ്ട്. പക്ഷെ എല്ലാമേ പ്രഡിക്റ്റബിൾ. പക്ഷെ എന്നാലും അതിന്റെ ഇടയ്ക്കുള്ള ഒരു ബാങ്ക് ഹേസ് സീക്വൻസസും ചേസിങ് സീക്വൻസസും പിന്നെ ഈ സിനിമയുടെ ഇൻട്രോ സീക്വൻസ്, ഇന്റർവെൽ സീക്വൻസ്, പ്രീ ക്ലൈമാക്സ് പോർഷൻ, ഇതെല്ലാം ശരിക്കും പറഞ്ഞ ഡയറക്ടർ വിഘ്നേഷ് രാജ കംപ്ലീറ്റ് മൊമെന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ശരി, പക്ഷേ കൺസിസ്റ്റൻസി ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിപ്പ് വന്നുകൊണ്ടിരിക്കുക, നല്ല രീതിയിൽ ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇമോഷണൽ സീൻസിനാണെങ്കിൽ ഇമോഷനും ഫീൽ ചെയ്തില്ല, ഡെപ്തും ഫീൽ ചെയ്യുന്നില്ല. ജീവി പ്രകാശിന്റെ മ്യൂസിക് സേവ് ചെയ്യുന്നുണ്ടല്ലോ, ജീവി പ്രകാശിന്റെ മ്യൂസിക് തീയായിരുന്നില്ലേ. പിന്നെ അതേപോലെ തെനി ഈശ്വറിന്റെ വിഷ്വൽസ് എന്ത് രസമായിട്ടാണ് റൂറൽ വേൾഡ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ധനുഷ് എന്ത് രസം, എന്ത് കൺവിൻസിംഗ് ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. മമിത ബൈജയുടെ റോള് ചെറുതാണെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടില്ലേ, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വരാജ് ഏട്ടനുണ്ട്, നമ്മുടെ ജയറാം ഏട്ടനുണ്ട്, എന്ത് രസമായിട്ട് ഇവരുടെയൊക്കെ സീൻസ് ഈ പടത്തിന് വലിയ ഹൈലൈറ്റ് പോർഷനായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അത് ശരിയാണ്, സുരാജ് ഏട്ടനും ജയറാം ഏട്ടനും നന്നായിരുന്നു, അവരുടെ റോൾസ് നന്നായിരുന്നു. പക്ഷെ അവരുടെ ക്യാരക്ടേഴ്സ് ലാസ്റ്റ് കൂടെ തുലച്ചല്ല. എനിക്ക് ഏതായാലും ഹൈസ്റ്റ് പ്ലസ് ത്രില്ല് നല്ല രീതിയിൽ ഫീൽ അടിച്ചു. എന്തായാലും ഒരു വട്ടം ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റും. അത്രയും മോശം പടമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അവർ കുറച്ചും കൂടെ ഒന്ന് ഈ ടെംപ്ലേറ്റ് തമിഴ് സിനിമയുടെ മൂഡിൽ നിന്ന് കംപ്ലീറ്റ് ഒന്ന് മാറ്റി പിടിക്കായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഹൈസ്റ്റ് പടങ്ങൾ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കണ്ടിരിക്കാം.